നിങ്ങൾ നിങ്ങളെല്ലാവരും എന്നോട് പൊറുക്കണം. ഞാൻ ഞാൻ മാപ്പ് ചോദിക്കാം നിങ്ങളോട്. എൻ്റെ അനിയൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. പൊറുക്കാനാവാത്ത തെറ്റവൻ ചെയ്തത്. അവന് വേണ്ടി നിങ്ങളെല്ലാവരും എനിക്ക് മാപ്പ് തരണം. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും കാല് പിടിച്ച് മാപ്പ് ചോദിക്കുകയാണ്. കൈകൂപ്പി കരഞ്ഞുകൊണ്ട് രേവതി എല്ലാവരോടും മാപ്പപേക്ഷിക്കുന്ന ഹൃദയസ്പർശിയായ ഒരു രംഗമാണ് ഇന്നത്തെ ചെമ്പനീർ പൂവിലേട്ട കൂട്ടുകാരെ. അപ്പൊ ഇന്നത്തെ ചെമ്പനീർ പൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചി രേവതിയും കൂടി ശരത്തിനെ ഒളിപ്പിക്കാൻ വേണ്ടി ശരത്തിനെ കൊണ്ട് കാറും കൊണ്ട് പോവാണ്. പോയിട്ട് കുറച്ചു ദൂരം കഴിയുമ്പോൾ സച്ചി കാർ നിർത്തിയപ്പോൾ രേവതി ചോദിക്കും, എന്തിനാ സച്ചിയേട്ടാ ശരത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കണെന്ന് ചോദിക്കുമ്പോൾ പറയും, അതൊക്കെ ഞാൻ പറയാം രേവതി, നീ അവനോട് ഇറങ്ങാൻ പറയാൻ പറഞ്ഞിട്ട് സച്ചി പോയിട്ട് ഡോർ തുറന്നിട്ട് ശരത്തിനോട് ഇറങ്ങാൻ പറയണം. ശരത്തിനോട് ഇറങ്ങാൻ പറഞ്ഞ് ശരത്തിനെയും കൂട്ടിയിട്ട് സച്ചി രേവതിയും കൂടി പോണത് വേറെ എവിടേക്കുമല്ല, അവരുടെ സച്ചിയുടെ പ്രിയ കൂട്ടുകാരനായ മഹേഷിന്റെ വീട്ടിലേക്കാണ്. അങ്ങനെ മഹേഷും ഭാര്യ അവിടെ ഉണ്ട്. അവർ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പം മഹേഷെ, നീ വിവരങ്ങളൊക്കെ അറിഞ്ഞു കാണല്ലോ. സച്ചി, ഞാൻ വിവരങ്ങളൊക്കെ അറിഞ്ഞ വീഡിയോ വൈറലായല്ലേ, നമ്മളത് ഒളിപ്പിച്ചു വെച്ചിട്ട് അതിപ്പോൾ ലാസ്റ്റ് ആരോ പണി തന്നല്ലേ സച്ചി, ഇനിയിപ്പോൾ അവന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ, എന്താ ചെയ്യാന്നൊക്കെ ആകെ പ്രശ്നമായി. മഹേഷേ, നിനക്കറിയാലോ ഇവന്റെ നന്മയെ കരുതി ഞാൻ ആ വീഡിയോ പുറത്തിറക്കാഞ്ഞത്. നീ എന്ന് പറഞ്ഞതല്ലേ, ഞാൻ അതുകൊണ്ടാണ് ഞാനത് ഇറക്കാഞ്ഞത്. പക്ഷെ എൻ്റെ ഫോൺ പോയി, എൻ്റെ പിറ്റേ ദിവസം തന്നെ ആ വീഡിയോ ലീക്കായി. മഹേഷേ, എന്താ ഉണ്ടായെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ എന്തായാലും ആ വീഡിയോ കാരണം ഇവനെ പൊട്ട മുഖത്തോട് വിട്ട ആളുകൾ കാണുള്ളൂ. ഇവന് ശരിക്കും വിശ്വസിക്കാനൊന്നും പോണില്ല. പോലീസുകാർ ഇവനെ കണ്ട എന്തായാലും അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടും. ജാമ്യം കിട്ടായില്ല, ജാമ്യമൊക്കെ കിട്ടുകയൊക്കെ ചെയ്യും. പക്ഷെ അത് കോടതിയിലൊക്കെ പോയിട്ട് നമ്മൾ എടുക്കേണ്ടി വരും. എനിക്ക് എന്തോ പോലീസുകാർക്ക് ഇവനെ മനസ്സ് വരുന്നില്ല മഹേഷേ. ഞാൻ ഇവിടെ വന്നത് എന്തിനാന്ന് നിനക്കറിയോ? വേറൊന്നുമല്ല, കുറച്ച് ദിവസം ആ വീഡിയോയുടെ പിന്നിലുള്ള രഹസ്യങ്ങള് അതൊക്കെ അറിയണം. അത് എവിടുന്ന ലീക്കായി, എന്താ കാര്യം എന്നൊക്കെ അറിയാൻ എനിക്ക് കുറച്ച് ദിവസം വേണം. ആ കുറച്ച് ദിവസം ഇവനൊന്ന് ഒളിപ്പിക്കാൻ എനിക്ക് കുറച്ച് സാവകാശം വേണം. ഇവനെ ഒളിപ്പിക്കാൻ നീ ഒന്ന് എന്നെ സഹായിക്കണം. അതായത് ഞാൻ പറഞ്ഞു വന്നത്, അതൊന്ന് കണ്ടുപിടിക്കണവരെ ഇവൻ ഇവിടെ നിൽക്കട്ടെ. ഇവനെ ഇവിടെ നിർത്തണം എന്നാണോ നീ പറയണത്? അതിനെന്താ സച്ചി, നീ പറഞ്ഞാലും പറഞ്ഞില്ല, നിനക്ക് വേണ്ടി ചെയ്യാൻ ഞങ്ങൾക്കത് സന്തോഷമുള്ളൂ. കാരണം ഞങ്ങൾക്ക് അത്രയും ഇഷ്ടമല്ലേടാ നിന്നെ. അവൻ ഇവിടെ എത്ര ദിവസം വേണമെങ്കിൽ നിന്നോട്ടെ, അവ ഇവിടെ സേഫ് ആയിരിക്കും. ഒരു പോലീസും ഇവിടെ വന്നിട്ട് അവനെ കൊണ്ടുപോവില്ല എന്നൊക്കെ പറയണം മഹേഷ്. അപ്പം മഹേഷിൻ്റെയും ഭാര്യയുടെയും തീരുമാനം കേട്ടപ്പോൾ സച്ചിക്കും രേവതിക്കും ശരത്തിനും ഒക്കെ സന്തോഷമാവാണ്. അപ്പോൾ രേവതി മഹേഷിൻ്റെ ഭാര്യയോട് പറയണ, കൈ കൂപ്പിയിട്ട് പറയണ, നന്ദി ഉണ്ട് ഒരുപാട്, എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ മഹേഷിൻ്റെ വൈഫ് പറയും, എന്തിനാ രേവതി ഞങ്ങളോട് നന്ദി പറയണേ? മഹേഷിൻ്റെ സച്ചേട്ടനും അത്രയും കൂട്ടാ. അവര് തമ്മിൽ പറഞ്ഞ ഒരു ശരീരം ഒരു മനസ്സും പോലെ ജീവിക്കുന്നവരാ. ഞങ്ങൾക്ക് സച്ചേട്ടനോട് തീരാത്ത കടപ്പാടുണ്ട്. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് സച്ചേട്ടനെ സഹായിക്കണ്ടേ, നീ അതിന് ഞങ്ങളോട് നന്ദിയൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയാണ് രേവതിയോട് മഹേഷിൻ്റെ വൈഫ്. എന്നിട്ട് സച്ചി പറയും രേവതിയോട്, രേവതി എന്തായാലും ഒന്ന് കലങ്ങി തെളിയണവരെ ഇവിടെ നിൽക്കട്ടെ, നീ ഒരു കാര്യം ചെയ്യാനും കൂട്ടി അകത്തേക്ക് കയറിപ്പോന്ന് പറയണം. അങ്ങനെ രേവതി ശരത്തിനെയും കൂട്ടിയിട്ട് പോകുമ്പോൾ ശരത്ത് പറയണം, സച്ചേട്ടാ എന്താടാ ചോദിക്കുമ്പോൾ പറയണം, ചേട്ടാ ഞാൻ പോലീസിൽ കീഴടങ്ങിക്കോളാം, ഞാൻ പോലീസിൻ്റെ അടുത്തേക്ക് പൊക്കോളാം, സംഭവിച്ചതെല്ലാം ഞാൻ തുറന്നു പറഞ്ഞോളാം. ഞാൻ കാരണം എൻ്റെ ചുറ്റുമുള്ള നിങ്ങളൊക്കെ ഇങ്ങനെ വേദനിക്കുന്ന കാണുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല സച്ചേട്ടാ. ഞാൻ എല്ലാ കുറ്റങ്ങളും ഞാൻ ഏറ്റെടുത്തോളാം സച്ചേട്ടാ. ഞാൻ പൊക്കോളാം സച്ചേട്ടാ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ. സച്ചി പറയണ്ട, ഇതിനാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെടണത്. നിന്നെ പോലീസിന് വിട്ടുകൊടുക്കാനാണെങ്കിൽ ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഞാനൊരു കാര്യം പറയാം. എന്താ സച്ചേട്ടാ? വേറൊന്നുമല്ല, നോക്ക്, നിന്റെ അച്ഛനെ മരിച്ചിട്ടുള്ളൂ, നിനക്ക് ഏട്ടനുണ്ട്. നിന്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്റെ അച്ഛനെ പോലെ നിനക്ക് ഈ സച്ചേട്ടനുണ്ടാ. നിനക്ക് ഒരു കുറവും വരാതെ ഈ സച്ചേട്ടൻ നോക്കൂടാ. നിന്നെ ഒരു ദിനം ഞാൻ വിട്ടുകൊടുക്കില്ലടാ എന്ന് പറഞ്ഞിട്ട് സച്ചി ശരത്തിനെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് അവന് ധൈര്യം കൊടുക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ രേവതിക്ക് വിഷമമാണ്. രേവതി ശരത്തിനെ കൊണ്ട് അകത്തേക്ക് കയറിപ്പോണ സമയത്ത് സച്ചി വന്നിട്ട് മഹേഷിനോട് പറയണം, മഹേഷെ അറിയാലോ, ഒരു കാരണവശാലും പോലീസ് ഇവിടെ വന്നിട്ട് ശരത്തിനെ പിടിക്കാനുള്ള അവസ്ഥ ഉണ്ടാവരുത്. അവനെ നീ പ്രത്യേകം ശ്രദ്ധിക്കണം. അവൻ അവിവേകം ഒന്നും കാണിക്കരുത്. അതെന്താടാ സച്ചി നീ അങ്ങനെ പറഞ്ഞേ? അവൻ വല്ല അവിവേകത്തിന് മുതിർന്നോ? അല്ല, ഞാൻ പറയാണ്, അവൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചിട്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവൻ ഒരു അവിവേകത്തിന് മുതിരരുത് മഹേഷേ. നിന്റെ കണ്ണ് എപ്പോഴും അവൻ്റെ മേലുണ്ടാവണം. അവൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആ കുടുംബം ആകെ താറുമാറാവും. എൻ്റെ രേവതി എനിക്ക് നഷ്ടപ്പെടും എന്ന് പറയാണ് സച്ചി. ഇതൊക്കെ കേൾക്കുമ്പോൾ രേവതിക്ക് ഇങ്ങനെ സങ്കടം വരികയാണ്. അങ്ങനെ മഹേഷ് പറയും, ഒരിക്കലും ഇല്ല, നീ ധൈര്യമായിട്ട് പൊക്കോടാ, അവൻ ഇവിടെ സേഫ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മഹേഷ് സച്ചിനെ ധൈര്യമായിട്ട് പറഞ്ഞേക്കാണ്. അപ്പോൾ രേവതിയെ കാണുമ്പോൾ സച്ചി പറയണ, വാ രേവതി പോവാം എന്ന് പറയണം. അങ്ങനെ രേവതി സച്ചിനെ കൊണ്ടിട്ട് പോകുമ്പോൾ ഇവർ പോണത് നോക്കി നിറകണ്ണുകളോടുകൂടി ജനലിൻ്റെ ഉള്ളിൽ കൂടെ ശരത്ത കാഴ്ച കണ്ടു നിൽക്കുകയാണ്. ശരത്ത ആകെ വിഷമിച്ച് അവന് ഇത്രയും മാത്രം സ്നേഹമുള്ള ഒരു ഏട്ടനെയും ചേച്ചീനെയാണ് കിട്ടിയേക്കുന്നത് എന്നുള്ള സന്തോഷം കൊണ്ടാണോ എന്തോ അവൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞു.
പിന്നെ ഇവർ കാറിൽ കയറിയിട്ട് രേവതി ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ സച്ചി ചോദിക്കാൻ, എന്താ രേവതി നീ ഒന്നും മിണ്ടാത്തേ, ഒന്നും സംസാരിക്കുന്നില്ലല്ലോ പറയുമ്പോൾ, അല്ല ഞാൻ ശരത്തിനെ പറ്റി ചിന്തിക്കായിരുന്നു സച്ചേട്ടാ. എത്രമാത്രം സ്നേഹമാണ് സച്ചേട്ടൻ അവന് കൊടുക്കണത്, അവനോട് എന്തുമാത്രം സ്നേഹത്തിലാണ് സച്ചേട്ടൻ പെരുമാറുന്നത്, അതിങ്ങനെ ആലോചിക്കായിരുന്നു ഞാനെന്ന് പറയണം. അപ്പോൾ ശരത്ത് പറയും, പിന്നെ അവനോട് എനിക്ക് സ്നേഹമില്ലാണ്ടിരിക്കും രേവതി, അവൻ എൻ്റെ അനിയനല്ലേ എന്നൊക്കെ ചോദിക്കാണ്. അല്ല സച്ചേട്ടൻ എത്ര കഷ്ടപ്പെട്ടിട്ട് അവനെ ഒളിപ്പിക്കാനൊക്കെ നോക്കുന്നത്. അല്ല സച്ചേട്ടാ, എനിക്കൊരു സംശയം. ഇപ്പൊ സച്ചേട്ടന്റെ ഫോൺ കാണാതായതിന്റെ പിറ്റേ ദിവസം തന്നെ വീഡിയോ ലീക്കായി. സച്ചേട്ടൻ കുറേ കാലമായിട്ട് സച്ചേട്ടന്റെ ഫോണിലെ വീഡിയോ ഉണ്ടായിട്ട് ഇത്രയും കാലം ആരും അറിഞ്ഞിട്ടില്ല, ഞാൻ പോലും അറിഞ്ഞിട്ടില്ല. അപ്പൊ സച്ചേട്ടന്റെ ഫോൺ നഷ്ടമായതിന്റെ പിറ്റേ ദിവസം തന്നെ വീഡിയോ ലീക്കായി. അപ്പൊ ഇത് ആരോ കരുതിക്കൂട്ടി ചെയ്തതല്ലേ? എനിക്ക് സംശയമുണ്ട് രേവതി, നമുക്കതൊക്കെ കണ്ടുപിടിക്കണം. പക്ഷെ അതിന് ഇത്തിരി സമയം വേണം. അതുവരയ്ക്കാണ് ഞാൻ ശരത്തിനെ ഒളിപ്പിച്ചത് എന്നൊക്കെ പറയാണ്. അങ്ങനെ അവർ സംസാരിക്കുന്നതിനിടെ രേവതി പെട്ടെന്ന് കാറിന്റെ പിന്നിലത്തെ കവർ എടുക്കാണ്. എന്താ രേവതി ഇത് ചോദിക്കുമ്പോൾ രേവതി അതിന്നൊരു ഫോൺ എടുത്തിട്ട് സച്ചിക്ക് നീട്ടിയിട്ട് പറയാണ്, ഇത് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഒരു സർപ്രൈസ് ആയിട്ട് എൻ്റെ സച്ചേട്ടനെ തരണം എന്ന് വിചാരിച്ചതാ. പക്ഷേ ഇപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ ആയിപ്പോയില്ലേ, എന്നാലും എൻ്റെ സച്ചേട്ടന് വേണ്ടി ഞാൻ മേടിച്ച ഫോണാ എന്ന് പറയുമ്പോൾ സച്ചി പറയാം, രേവതി ഈ ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിൽ നീ പോയി എനിക്ക് ഫോൺ മേടിച്ചോ? അതേ പ്രശ്നങ്ങൾ ഉണ്ടാവണേക്കാട്ടിലും മുന്നേ ഞാൻ ശരത്തും കൂടി പോയിട്ട് സെലക്ട് ചെയ്തതാ സച്ചേട്ടന് വേണ്ടിയിട്ട്. എനിക്കറിയാം ഇത് ശരിക്കും ഇത്തിരി സർപ്രൈസ് ഒക്കെ ആയിട്ട് ഞാൻ തരേണ്ടതായിരുന്നു, പക്ഷെ സച്ചേട്ടൻ ഇത് മേടിക്കണം, ഇത് സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് രേവതി ആ ഫോൺ സച്ചിക്ക് കൊടുക്കണം. സച്ചി അത് നിറഞ്ഞ മനസ്സോടുകൂടി രേവതിയുടെ കയ്യിൽ നിന്ന് ആ ഫോൺ സ്വീകരിക്കാൻ. അങ്ങനെ അത് കഴിഞ്ഞ ഒരു ചന്ദ്രോദയത്തിന്റെ പടിക്കിലേക്ക് എത്തി. ചന്ദ്രോദയത്തിന്റെ പടിക്കിലെത്തിയപ്പോൾ സച്ചി പറയുന്നുണ്ട്, രേവതി ഇറങ്ങി വാ പറയുമ്പോൾ രേവതി ഇറങ്ങണില്ല. സച്ചേട്ടാ ഞാൻ അങ്ങോട്ട് വന്നാൽ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് സച്ചി രേവതിയുടെ സീറ്റ് ബെൽറ്റ് കൂരി രേവതിനെ കാറിൻ്റെ ഉള്ളിൽ നിന്ന് ഇറക്കാണ്. ഈ സമയത്ത് ചന്ദ്രോദയത്തിലെ ചന്ദ്ര, ശ്രീകാന്ത്, വർഷ, ശ്രുതി, സുധി, അതുപോലെ തന്നെ രവീന്ദ്രൻ എല്ലാവരും ഹോളിലുണ്ട്. എല്ലാവരുടെയും ചർച്ച ശരത്തിനെ പറ്റി, സച്ചിയെ പറ്റി, രവതിയെ പറ്റിയൊക്കെയാണ്. അവൻ കൊണ്ടുവരാൻ പോയിക്കാൽ അവൻ്റെ ഭാര്യേനെ അവളെയും കൊണ്ട് ഇങ്ങോട്ട് വരട്ടെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് കയറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ പിരിമൂത്തിട്ടിരിക്കുന്ന സമയത്താണ് രേവതിയെ കൊണ്ട് സച്ചി കയറി വരുന്നത്. സച്ചി വരുന്ന സമയത്ത് ചന്ദ്രമതി ഓടി വന്നിട്ട് ഉമ്മറത്ത് വാതിലിൻ്റെ അവിടെ തളഞ്ഞിട്ട് പറയും, എവിടേക്കാ? ഞാൻ പറഞ്ഞതല്ലേ ഇവിടേക്ക് കയറരുതെന്ന്, ഇവളെയും കൊണ്ട് ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, കൊണ്ടുപോയി അവളുടെ വീട്ടിൽ കൊണ്ടുപോയാക്ക്, ഇനി അവൾ ഈ വീട്ടിൽ വേണ്ട എന്ന് പറയുമ്പോൾ സച്ചി പറയും, ഇതേ പറയാൻ നിങ്ങൾക്ക് ഒരു അവകാശമില്ല, ഇവള് സച്ചി താലി കെട്ടിയ സച്ചിയുടെ ഭാര്യയാ, സച്ചി പറഞ്ഞല്ലോ ഇവളെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരും, ഇവൾ ഇവിടെ തന്നെ താമസിക്കുന്നു, അതുകൊണ്ട് ഇത് പറയാൻ നിങ്ങൾക്ക് ഒരു യോഗ്യതയില്ല, നിങ്ങൾ മാറ്. ഇല്ല ഞാൻ സമ്മതിക്കില്ല, തരാം ഒന്ന് മാറ്, നിങ്ങളുടെ സമ്മതം ആർക്ക് വേണം, ദേ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രയെ തട്ടിമാറ്റി സച്ചി രേവതിയും കൊണ്ട് ഹോളിൽ കയറാണ്. ഹോളിൽ കയറുന്ന സമയത്ത് അവിടെ എല്ലാവരും ഉണ്ട്. രവീന്ദ്രൻ്റെ അടുത്ത് പോയിട്ട്, അച്ഛാ സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പറയാം അച്ഛാ. കുറച്ചു കാലം മുമ്പ് നമ്മുടെ ശരത്ത് ഇവിടെ വന്നപ്പോൾ അമ്മയുടെ അടുത്തുള്ള 1,00,000 രൂപ കാണാനില്ല പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി ശരത്തിൻ്റെ ബാഗൊക്കെ തുറന്നു നോക്കി. എല്ലാവരും മുമ്പിൽ വെച്ച് അവനെ അടിച്ചു, അവനെ കള്ളനെന്ന് വിളിച്ച് ആക്ഷേപിച്ചു. പൈസ എടുത്ത് ഹണിമൂൺ ട്രിപ്പിന് വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്ത ഈ ഓട്ടക്കാരൻ പോലെ സത്യം തുറന്നു പറഞ്ഞില്ല. അവനടക്കം ശരത്തിനെ വിഷമിപ്പിക്കാൻ വേണ്ടി നിന്നു. ആ ഒരു സംഭവം ശരത്തിന്റെ മനസ്സിലൊരു വല്ലാത്ത പകയായിരുന്നു, അവന്റെ പ്രായത്തിന്റെ ഒരു പകയായിരുന്നു വെച്ചാൽ അത്. ആ പക മാറ്റാൻ വേണ്ടിയിട്ടാണ് അവൻ അമ്മയുടെ പൈസ മോഷ്ടിച്ചത്. പിന്നെ അവൻ ആ പൈസ എടുത്തിട്ടൊന്നുമില്ല അച്ഛാ, പോലീസുകാർ 1,00,000 രൂപ എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് കൊടുന്നു കൊടുത്ത പൈസ അത് ശരത്ത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച പൈസയായിരുന്നു അച്ഛാ എന്ന് പറയാണ് സച്ചി. അപ്പൊ രവീന്ദ്രൻ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ രവീന്ദ്രൻ പറയും, എന്തൊക്കെ ആയാലും ശരി, നിന്റെ രേവതിയുടെ അനിയൻ ചെയ്ത് തെറ്റ് തന്നെ, ഞാൻ ഒരിക്കലും അവനെ ന്യായീകരിക്കില്ല. ചന്ദ്രയൊക്കെ അന്ന് ചെയ്ത് ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അവൻ ചെയ്തത് വലിയൊരു തെറ്റാണെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ സച്ചി പറയാണ്, അച്ഛനറിയാലോ അവന്റെ പക കൊണ്ടാണ്, അവന്റെ ആ പ്രായത്തിന്റെ പക്വതക്കുറവ്, അവന്റെ മനസ്സിലെ പകയും കൊണ്ടാണ് അച്ഛൻ അവൻ അങ്ങനെ ചെയ്തത്. അവൻ ഒരിക്കലും മനഃപൂർവ്വം അമ്മയുടെ പൈസ എടുക്കണം എന്നുള്ള ചിന്തയോടുകൂടി ചെയ്തതല്ല. അപ്പൊ ശ്രുതി പറയണം, എല്ലാം ചെയ്തു വെച്ചിട്ട് അളിയനെ അവൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടില്ല, അളിയന് സപ്പോർട്ട് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ, എടാ ഓട്ടക്കാരാ, നീ ഒറ്റ എടുത്തിന് അതിനൊക്കെ കാരണം, നീ എന്നാ അവനെ കള്ളെന്ന് വിളിച്ച് മുദ്ര കുത്തിയോണ്ടാണ് അവന് ഇത്രയും ദേഷ്യമായത്. പിന്നെ ഞാനായതുകൊണ്ടാണല്ലോ എന്നൊക്കെ പറയുമ്പോ, അമ്മേ നിങ്ങൾ ഇതിന്റെ പിന്നിൽ കാരണക്കാരിയാണ്, ഒരു തെറ്റും ചെയ്യാത്ത അവനെ എല്ലാവരും മുമ്പിൽ വെച്ച് കള്ളൻ വിളിച്ച് ആക്ഷേപിച്ച് അവന്റെ ബാഗ് പരിശോധിച്ചില്ലേ, ആ ഒരൊറ്റ സ്വഭാവം കൊണ്ടാണ് അവൻ ഇത് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ ശ്രീകാന്ത് വർഷ കേൾക്കും. വർഷ പറയാണ്, സച്ചേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, സംഭവം ശരിയായിരിക്കും, ശരത്തിനെ അന്ന് കള്ളന്നൊക്കെ വിളിച്ച് അധിക്ഷേപിച്ചു, അതൊക്കെ ശരിയാണ്, പക്ഷെ ശരത്ത് ചെയ്ത് തൊട്ട് ശരിയല്ല. ശരത്തിന് കള്ളന്ന് വിളിച്ച് അധിക്ഷേപിച്ചെങ്കിൽ ശരത്തിന് തിരിച്ച് ഇവരെ 3 പേരെ വിളിച്ച് അവരെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാമായിരുന്നു, അല്ലാതെ പൈസ മോഷിച്ചെടുക്കല്ലേ വേണ്ടത്. ശരിക്കും ശരത്ത് ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ് പറയണ വർഷ. അപ്പൊ ശ്രീകാന്ത് പറയണ, എന്തൊക്കെയായാലും ഏട്ട ശരത്തിനെ ന്യായീകരിക്കണ്ട, ശരത്ത് ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങളൊന്നും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല, എൻ്റെ മനസ്സിലൊന്നും ശരത്ത് ഇങ്ങനെ ഒരു പയ്യനേ അല്ലായിരുന്നു എന്നൊക്കെ പറയണം. അപ്പൊ സച്ചി പറയണ, അവനൊരു നേരത്തെ ബുദ്ധിമോശം കൊണ്ട് വന്നത്, അവൻ മനഃപൂർവ്വമല്ലല്ലോ, പൈസ അവൻ തിരിച്ചു തന്നില്ലേ എന്നൊക്കെ പറയണം. അപ്പൊ ശ്രുതി പറയണ, സച്ചി നീ വെറുതെ നിന്റെ അനിയനെ ന്യായീകരിക്കണ്ട,
അവൻ ചെയ്തത് തെറ്റ് തന്നെയാ. ആന്റിയുടെ പൈസ അവൻ മോഷ്ടിച്ചു. ഇപ്പൊ സുധി പൈസ എടുത്തു എന്ന് പറഞ്ഞിട്ട് നീ എപ്പോഴും സുധീനെ കുറ്റപ്പെടുത്താറുണ്ടല്ലോ. അത് സുധി പൈസ എടുത്തു എന്നുണ്ടെങ്കിൽ മാസം 50,000 രൂപ വെച്ചിട്ട് തിരിച്ചു കൊടുക്കാനുള്ള ഡീലിങ്സും ആയില്ലേ. ഇനി നിനക്ക് ഇതിൽ വേറെ എന്താ പറയാനുള്ളത് എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതിയും എല്ലാവരും കൂടിയിട്ട് സച്ചിനെ കുറ്റപ്പെടുത്താണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ സച്ചി പറയാണ്, അച്ഛൻ ഇത് മനസ്സിലാക്കണം. അവൻ പാവാണ്. അവൻ മനഃപൂർവ്വമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല അച്ഛനൊരു കാര്യം ചെയ്യണം. ഇത് മനസ്സിലാക്കണം. അവനൊരു സമയത്തേക്ക് മാപ്പ് കൊടുക്കണം എന്ന് പറയുമ്പോൾ ഇതൊക്കെ കേട്ട് നിൽക്കണ രേവതി പറയാണ് എല്ലാവരുടെയും മുമ്പിൽ കൈകൂപ്പി തൊഴുതുകൊണ്ട്, എൻ്റെ അനിയൻ ചെയ്തത് തെറ്റാന്ന് എനിക്കറിയാം. പൊറുക്കാൻ വയ്യാത്തൊരു തെറ്റാണ് എൻ്റെ അനിയൻ ചെയ്തത്. എനിക്കറിയാം അത്. അവൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. നിങ്ങളെല്ലാവരും അവനോട് ക്ഷമിക്കണം. അവൻ ചെയ്ത തെറ്റിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും കാല് പിടിച്ച് മാപ്പ് പറയാൻ വരെ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് രേവതി കൈകൂപ്പി എല്ലാവരോടും മാപ്പ് അപേക്ഷിക്കുകയാണ്. ആ മാപ്പ് അപേക്ഷിക്കുമ്പോൾ ആ ഒരു ചേച്ചിയുടെ നിസ്സഹായത, അനിയനോടുള്ള ഒരു വാത്സല്യം, അനിയനോടുള്ള സ്നേഹം ആ രേവതിയുടെ മുഖത്ത് തെളിഞ്ഞു കാണുന്നുണ്ട്. അത് കാണുമ്പോൾ അവളുടെ മാപ്പ് പറച്ചിൽ കേൾക്കുമ്പോൾ എല്ലാവരും ആകെ ഞെട്ടി ഷോക്കായിട്ടിരിക്കുകയാണ്. ചന്ദ്രമതി അടക്കം നാണല്ലാത്ത സ്വഭാവം എന്നുള്ള ഭാവത്തിൽ ചുണ്ടതാക്കിയിട്ടിരിക്കുകയാണ്. രവീന്ദ്രനും സച്ചിക്ക് അതൊരു ഷോക്കായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ രേവതി എല്ലാവരോടും അനിയന് വേണ്ടി മാപ്പ് അപേക്ഷിച്ചിരിക്കുന്ന സമയത്താണ് ഇന്നത്തെ ചെമ്പനീർപ്പൂവിന്റെ ക്ലൈമാക്സ് വരുന്നത്. അപ്പൊ കൂട്ടുകാർ, നിങ്ങൾക്ക് എന്താ ഇതിന്റെ അഭിപ്രായങ്ങളൊക്കെ പറയാന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ്സ് രേഖപ്പെടുത്തിക്കോളൂ. ശരത്ത് ചെയ്തത് തെറ്റ് തന്നെയാണോ? ഓക്കെ, പക്ഷെ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ചന്ദ്രോദയത്തിലുള്ളവർ തന്നെയല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വെച്ച് വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കോളൂ. അപ്പൊ നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.